ഹായ് ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അതേപോലെ വളരെ സ്പെഷ്യലുമാണ്. ഞാൻ ഇന്ന് ഷഹനാമിസിന്റെ വീട്ടിൽ സ്റ്റേക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായി പ്ലാൻ ഇടുന്നതാണ്. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു ഡേ റെഡിയായി കിട്ടിയത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മിസ്സിന്റെ ഉമ്മ നല്ല അടിപൊളി ചായയും അതേപോലെ ബ്രെഡ് വെച്ചിട്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് മിസ്സിന്റെ മോളാണ്, എമി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ എമി കാര്യപ്പെട്ടിട്ടുള്ള ഹോംവർക്ക് എഴുത്തിലാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പ്ലാൻ ഇടാണ്. സോ ആള് വന്നൊക്കെ സെറ്റായി ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഷഹനാമിസിന്റെ അനിയത്തിയാണ്, ദിയാന്നാണ് കേട്ടോ പേര്. അപ്പൊ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവരെല്ലാവരും അലേർട്ടായിരുന്നു. അപ്പം എനിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ വന്നതിലും അതേപോലെ ഞങ്ങൾ പുറത്തു പോകുന്നതിലും ഭയങ്കര കളിക്കുന്ന ആളെ കിട്ടിയാലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അന്നത്തെ ദിവസം ശരിക്കും കളർഫുൾ ആക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ എല്ലാവരും പുറത്തു പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. മലപ്പുറമാണ് മിസ്സിന്റെ വീട്. മലപ്പുറത്ത് നിന്ന് അവിടെ ഡിലീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എമിയും മിസ്സിന്റെ ഉപ്പ, ഉമ്മ, ബ്രദർ എല്ലാവരും ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്, കുറച്ചധികം കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഫാമിലി വൈബായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതും പുറത്തു പോയി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്നതും നല്ല കളർഫുൾ ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ റെസ്റ്റോറൻറ്റും സൂപ്പറായിരുന്നു. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് അവരുടെ ഉപ്പയും ഉമ്മയും ബ്രദറും അനിയത്തിയും എല്ലാവരും സെറ്റ് വൈബായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് അവരൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റിന് സൂപ്പാണ് ഓർഡർ ചെയ്തത്. മട്ടൻ സൂപ്പായിരുന്നു ആദ്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുടിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. മട്ടൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സൂപ്പ് അടിപൊളിയായിരുന്നു. പിന്നെ സ്വീറ്റ് കോൺ സൂപ്പും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ സൂപ്പാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സൂപ്പിൽ നിന്ന് തുടങ്ങി. പിന്നെ പല പല ഫുഡ് ഐറ്റംസുകളും വന്നെത്തി. സൂപ്പ് കൊള്ളാമായിരുന്നു, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ സ്റ്റാർട്ടർ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയ്ക്കേണ്ടതെന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഷെയർ ഇട്ട് ജോറാക്കിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ വീഡിയോ എന്നേക്കാൾ പ്രാധാന്യം ഷഹനാമിസിനായിരുന്നു. വീഡിയോ എടുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തി. ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ന്യൂഡിൽസും പിന്നെ ഫിഷ് കറി, ചിക്കൻ കറി, പൊറോട്ട, ബ്രോസ്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ഉഷാറാക്കി അങ്ങ് കഴിച്ചു. അപ്പം ഞാൻ കുറച്ചായിട്ട് ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റും ന്യൂഡിൽസും പിന്നെ കുറച്ച് ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് അടിപൊളി ഫിഷ് ആയിരുന്നു കേട്ടോ. ഫിഷ് മാംഗോ കറി ആയിരുന്നു. സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു നൂൽ പൊറോട്ടേൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. ഡിന്നർ സൂപ്പറായിരുന്നു. അതിന് കൂടെ തണുത്ത് ഒരു ലൈം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാഷൻ ഫ്രൂട്ട് മുച്ചിട്ടോയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷഹനാമിസ് ടേസ്റ്റ് നോക്കുന്നുണ്ട്. മിസ് അറിയുന്നില്ല ഈ വീഡിയോ ഒന്ന് എടുക്കുന്നത്. ഇത് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഉഷാറാവും. അപ്പം മിസ് അതൊക്കെല്ലാം ആസ്വദിച്ച് കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവരുടെ കൂടെ. കാരണം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വുമൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ഹാപ്പിയർ ആയിട്ടുള്ള എല്ലാത്തിനും ഇവർ തന്നെ വളരെ കംഫർട്ടായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടൊരു വീട്, ആദ്യമായിട്ടൊരു സ്ഥലം, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഒരു ഡിസ്കംഫർട്ടോ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഷഹനാമിസും ഇനിയും പിന്നെ എനിക്ക് ഓക്കെയാണ്, വളരെ ഓക്കെയാണ്. കാരണം ഞങ്ങൾ ട്രിപ്പ് പോലും പുറത്തു പോലും എപ്പോഴും ഒന്നിച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു ഫാമിലി വൈബൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ അവിടേക്ക് പോകുന്നത് നിൽക്കുന്നതൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഡിസ്കംഫർട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി. പിന്നെ രാത്രി ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആവാതെ ഞങ്ങൾ വേഗം കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വളരെ ഹാപ്പിയർ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.